ജമ്മു കശ്മീർ ഹരിയാന സംസ്ഥാനങ്ങളിലെ ജനവിധി നാളെ അറിയാം. ഇരു സംസ്ഥാനങ്ങളിലും ബിജെപി വലിയ തിരിച്ചടി നേരിടും എന്നായിരുന്നു വോട്ടെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോൾ. ഹരിയാനയിൽ 10 വർഷത്തിന് ശേഷം ബിജെപിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നാണ് എക്സിറ്റ് പോൾ. ഇതിന്റെ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അങ്ങനെ നാളെ ഫലം വരാൻ പോവുകയാണ്. വലിയ പ്രതീക്ഷയാണ് മുന്നണികൾക്കുള്ളത്. അതിലേറെ പ്രധാനം ബിജെപിക്ക് ഹരിയാനയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ്. അത് അങ്ങനെ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും വരുന്ന സൂചനകളും. എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രിയ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നാളെ രാവിലെയോടുകൂടി തന്നെ ഹരിയാന ജമ്മു കാശ്മീർ വോട്ടെണ്ണൽ ആരംഭിക്കും. എന്തായാലും മുന്നണികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ കോൺഗ്രസിനാണ് ഒരു മുൻതൂക്കം പ്രവചിക്കുന്നത്. ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ് 64ഓളം സീറ്റുകൾ നേടുമെന്നുള്ള പ്രവചനങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ്. ജമ്മു കാശ്മീരിൽ ജമ്മു മേഖലയിൽ ബിജെപിക്ക് ഒരു ആധിപത്യം ഉണ്ടാകുമെങ്കിലും കാശ്മീർ താഴ്വരയിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനായിരിക്കും വലിയ മുൻതൂക്കം എന്ന് തന്നെയാണ് എന്തായാലും എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പ്രവചിക്കുന്നത്. ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. പ്രിയ, വിഷ്ണു, ഇപ്പോൾ ഈ പ്രചരണ സമയത്തൊക്കെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബിജെപിക്ക് ഹരിയാനയിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് അവർ ആ ഘട്ടത്തിൽ പ്രചരണം നടത്തിയതും. പക്ഷേ വലിയ രീതിയിൽ മുന്നേറ്റം പ്രതിപക്ഷത്തിന് സാധ്യമാകും എന്ന് അവർക്കും ധാരണയുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം ആ പ്രചരണ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും അധിക സമയങ്ങളൊന്നും സംസ്ഥാനത്ത് നിൽക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതൊക്കെയും ഈ ഫലത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? പ്രിയ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇത്തവണ ഹരിയാന തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ജാട്ട് വോട്ടുകൾ ബിജെപിക്കെതിരെ തിരിഞ്ഞൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാട്ട് ഇതര വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് ബിജെപി അവസാന നിമിഷവും നടത്തിയത്. അതോടൊപ്പം തന്നെ ബിജെപി സർക്കാരിനെതിരെ വലിയ തലത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നമുക്ക് ഹരിയാനയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് കർഷക പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ കൂടി അവിടെ നിലനിന്നിരുന്നു. അഗ്നിവീർ പദ്ധതിക്കെതിരായിട്ടുള്ള യുവജനങ്ങളുടെ പ്രതിഷേധം, ഗുസ്തി താരങ്ങളുടെ സമരം, ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഈ ബിജെപി സർക്കാരിന് വലിയ രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയ വിഷയങ്ങളാണ്. അതോടൊപ്പം പല നേതാക്കളും പ്രചരണത്തിനെത്തുമ്പോൾ അവിടെ പ്രതിഷേധങ്ങളുണ്ടാകുന്നു, കരിങ്കൊടി പ്രതിഷേധങ്ങളുണ്ടാകുന്നു. അവരുടെ പ്രചരണം പാതി വഴിക്ക് നിർത്തിപ്പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ തലത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ആ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകൾ. പ്രിയ, ശരി, നമുക്കെന്തായാലും ജനവിധി നാളെ അറിയാം. ജമ്മു കാശ്മീർ ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് നാളെ അറിയാൻ പോകുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും ബിജെപി വലിയ തിരിച്ചടി നേരിടും എന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഫലം വരുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.